ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സിബിൻ വ്ളോഗ്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഈ പശുവിനെയും കാളേനെയൊക്കെ ദൈവമായിട്ട് കാണുന്ന ആളുകൾ അറിയാമോ? ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. ഈ തമിഴ്നാട്ടിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുവിനെയൊക്കെ പശു, കാള അതിനെയൊക്കെ ദൈവമായിട്ടാണ് കാണുന്നത്. കാളേനെ ശിവൻ്റെ വാഹനമായതുകൊണ്ട് അത് നന്ദീശ്വരനെ അങ്ങനെ അങ്ങോട്ടാണ് വിളിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു ആരാധനയാണ്. ചില കാളേനെയൊക്കെ അവന്മാർ ചില അമ്പലങ്ങളിലൊക്കെ കാളേനെ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരും. ഒരുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലൊരു പട്ടൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കുളിപ്പിച്ച് അങ്ങനെയാണ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എന്നിട്ട് കുറേ ചന്ദനത്തിരി കത്തിവയ്ക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾ തൊഴുതിട്ട് പൈസ കൊടുക്കും. അപ്പോൾ അവർക്ക് അന്നത്തേക്കുള്ള ജീവിത മാർഗമായി. അപ്പം ആ ഒരു രീതിയിലേക്കാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ അമ്പലങ്ങളിലാണെങ്കിൽ ഈ ചിക്കൻ കറി, മട്ടൻ കറിയൊക്കെ അമ്പലത്തിനകത്ത് തന്നെ വേവിച്ച് കഴിക്കും. ദൈവത്തിന് നിവേദ്യം കൊടുക്കണമെന്നും പറഞ്ഞ് അത് കൂടുതലും ദേവീക്ഷേത്രങ്ങളിലാണ്, ദുർഗാക്ഷേത്രങ്ങളിലാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കാത്ത വേറൊരു സംഭവമാണ് അവിടെയെന്ന് വെച്ചാൽ ഈ മുറൈ മാമൻ എന്നുള്ള സംഭവം. അതായത് സ്വന്തം സഹോദരിയുടെ മോളെ സഹോദരന് കല്യാണം കഴിച്ചു കൊടുക്കും. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഏജ് ഡിഫറൻ്റൊക്കെ. പക്ഷെ അവർക്കത് കുഴപ്പമില്ല, അവർ ഭയങ്കര ഇതായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ കൊച്ചു പെമ്പിള്ളേരെയൊക്കെ അവിടെ ഈ പ്രായമൊന്നും നോക്കത്തൊന്നുമില്ല. ചിലപ്പോൾ 40 വയസ്സായവന് വരെ 18 വയസ്സായ പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കും. അതാണ് അവിടുത്തെ ഒരു കൾച്ചർ. പക്ഷെ അതൊക്കെ വെച്ച് നമ്മളെ കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ കേരളം സ്വർഗമാണ്. ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സുഹൃത്തുക്കളെ.